പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി വയനാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്കൂൾ 10th കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഗെറ്റ് ടുഗദർ, ഒരു സംഗമത്തിന് വേണ്ടി ഞങ്ങൾ നാട്ടിലേക്ക് വന്നതാണിപ്പോൾ. പൂനെയിൽ നിന്നും ട്രെയിനിന് ബാംഗ്ലൂരിൽ വരികയും ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിന് വയനാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് 6 മണിക്കൂർ യാത്ര ചെയ്താലാണ് വയനാട്ടിലേക്ക് എത്തിപ്പെടുക. അപ്പം പൂനെയിൽ ഭയങ്കരമായ ചൂടായിരുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ സാധാരണ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്ര ചൂട്. ഏകദേശം 39-40 ഡിഗ്രി ചൂടിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെയുള്ളവരോടൊക്കെ ചോദിച്ചപ്പം എല്ലാവരും പറഞ്ഞു നാട്ടിൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്, കുറേ ആളുകൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ട്. കന്നുകാലികളൊക്കെ പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പുൽപ്പള്ളി വയനാട്ടിലാണ്, അപ്പോൾ പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചൂട് കാരണം പശുക്കളൊക്കെ 3-4 പശുക്കൾ ചത്തുവെന്നും പല പ്രശ്നങ്ങളും കേട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വയനാട്ടിൽ അത്രയും ചൂടാണല്ലോ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇവിടെ നമുക്ക് താമസിക്കാൻ വേണ്ടിയുള്ള റൂമൊക്കെ ബുക്ക് ചെയ്തപ്പം AC റൂമൊക്കെ നമ്മൾ പ്രത്യേകം ചോദിച്ച് വാങ്ങി ബുക്ക് ചെയ്തു. കാരണം ഇത്രയും ചൂടാണല്ലോ, നമ്മൾ AC ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ AC റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥലം മീനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ ജന്മസ്ഥലം. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും കല്യാണം വരെ ജീവിച്ചതായ സ്ഥലം മീനങ്ങാടിയാണ്. മീനങ്ങാടി സ്കൂളിലാണ് ഞാൻ പഠിച്ചതൊക്കെ. കോളേജിൽ പഠിച്ചത് ബത്തേരിയിലാണ്. അപ്പോൾ ഈ മീനങ്ങാടി സ്കൂളിലത്തെ 10ാം ക്ലാസ്സിൻ്റെ സംഗമത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ കൂടെ ഞാനും ഭർത്താവും 2 പേരും കൂടിയാണ് വന്നത്. അപ്പം ഭർത്താവ് പഠിച്ചത് SKMJ സ്കൂൾ എന്ന് പറയും, കൽപ്പറ്റയിൽ. അവരുടെ ഒരു സംഗമവും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം. അപ്പം ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കിയതാണ്. കാരണം അവരുടെ സംഗമം ഫിക്സ്ഡ് ഡേറ്റാണ്, 8ാം തീയതിയാണ് അവരുടെ സംഗമം എല്ലാ വർഷവും വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഈ സംഗമം വെക്കുകയാണെങ്കിൽ എനിക്കും കൂടി പങ്കെടുക്കാമായിരുന്നു. 2 പ്രാവശ്യം യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ പൂനെ വരെ. അങ്ങനെ പറഞ്ഞ് ഞാൻ 6ാം തീയതി അതിനു വേണ്ടി അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ദിവസം ഫിക്സ് ചെയ്തു. അപ്പോൾ 6ാം തീയതി എൻ്റെ ഗെറ്റ് ടുഗദറും 7 കഴിഞ്ഞ് 8ാം തീയതി സുരേഷ് ഏട്ടൻ്റെ, എൻ്റെ ഭർത്താവിൻ്റെ ഗെറ്റ് ടുഗദറും പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ പൂനെയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പൂനെയിൽ നിന്ന് വരുമ്പം വയനാട്ടിൽ ഭയങ്കരമായ ചൂടാണെന്നുള്ളതുകൊണ്ട് AC റൂമൊക്കെ ബുക്ക് ചെയ്ത് പേടിച്ച്, പിന്നെ ഒരു പ്രാവശ്യം ചിന്തിക്കുകയും ചെയ്തു. മക്കളും പറഞ്ഞു യാത്ര ക്യാൻസൽ ചെയ്യണോ, കാരണം ഇത്രയും ചൂടാന്ന് കേട്ട സ്ഥിതിക്ക് അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണല്ലോ, അപ്പോൾ ഇവിടെ വന്നിട്ട് വല്ല ക്ഷീണോ എന്തെങ്കിലും സൂര്യൻ്റെ ചൂട് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടായെങ്കിൽ ആര് ഇതാവും, അതുകൊണ്ട് നിങ്ങൾ യാത്ര വേണ്ടാന്ന് വെക്കണമെന്ന് പോലും ഒരു വേള ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ മനസ്സ് വന്നില്ല. കാരണം നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ കാണാൻ വേണ്ടി നമ്മളും ആകാംക്ഷയോടെ ആണ് യാത്ര പുറപ്പെട്ടു വന്നത്. പക്ഷേ ഞങ്ങൾ വയനാട്ടിലേക്ക് കാലുകുത്തിയപ്പോൾ മൈസൂർ കഴിഞ്ഞ് മുത്തങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പം നമ്മൾ വയനാട് സ്റ്റാർട്ടാവും. അവിടെ ഞങ്ങൾ കടന്നപ്പോഴേക്കും ചെറിയ രീതിയിൽ ചാറ്റൽ മഴ തുടങ്ങി. അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോഴേക്കും പെരുമഴ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മഴ പെയ്തു. അതിനോടുകൂടി ഭൂമിയെല്ലാം തണുത്തു, നല്ല മഴ പെയ്തു. പിന്നെ ഞങ്ങൾ മീനങ്ങാടി എന്ന സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങുമ്പം മഴ പെയ്ത് കഴിഞ്ഞ്, എന്നാലും നിന്നിട്ടുണ്ടായിരുന്നില്ല, ചെറിയ രീതിയിൽ മഴ പെയ്യായിരുന്നു. കുടയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുടയും തുറന്നിട്ടാണ് ബസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്, വയനാട്ടിലേക്ക് ഞങ്ങളുടെ ജന്മസ്ഥലത്തേക്ക് കാലുകുത്തിയത്. അങ്ങനെ ഞങ്ങൾ വന്നു. ഞങ്ങളുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ AC ഇടേണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഫാനിൻ്റെ തന്നെ ആവശ്യമില്ലാത്ത പോലെ തോന്നി. രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാൻ വെറും ഫാൻ മാത്രം ഞങ്ങൾക്ക് മതിയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇപ്പം ഇന്നലെ വരെ എല്ലാ ദിവസവും വൈകുന്നേരം നല്ല അടിപൊളിയായിട്ടുള്ള മഴ പെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ചൂടിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല. വളരെ സന്തോഷകരമായ കാലാവസ്ഥയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ, നമ്മളുടെ ഫ്രണ്ട്സിനെ കാണുന്ന ആ വേള നമ്മൾ വളരെ സന്തോഷകരമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ നമ്മളിത് യാത്രയെപ്പറ്റി മാത്രം പറഞ്ഞതാണ്. ഇനി മറ്റുള്ളവരെ കണ്ടതും കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളുടെ സഹപാഠികൾ, അവരെയൊക്കെ കണ്ടുമുട്ടിയ ആ സംഭവം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ ബാംഗ്ലൂർ വരെ ഞങ്ങൾ വന്നപ്പം സാധാരണ പൂനെയിൽ നിന്ന് ബാംഗ്ലൂർ വരെ ഒരു ട്രെയിനാണ്. ബാംഗ്ലൂരിൽ മെയിൻ സ്റ്റേഷനിൽ ഞാൻ AC കിടന്നുകൊണ്ടാണോ എന്താ അറിയില്ല, ഒരു ചെറിയ തൊണ്ടക്കൊരു കരുകരുപ്പുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊരു ചെറിയ ശബ്ദം തൊണ്ടയിൽ വരുന്നത്. ബാംഗ്ലൂരിൽ ഡയറക്റ്റ് വന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം എന്തുകൊണ്ടോ ഞങ്ങൾക്ക് മെസ്സേജ് വന്നു,
അവിടെ പണി നടക്കുന്നുണ്ട്. റെയിൽവേ പാളത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് മെയിൻ സ്റ്റേഷൻ വരെ KSR എന്ന് പറഞ്ഞാൽ ആ സ്റ്റേഷൻ വരെ ട്രെയിൻ വരുന്നില്ല. അതിൻ്റെ മുമ്പിലുള്ള 2 സ്റ്റേഷൻ മുമ്പിലുള്ള യലങ്ക എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വരെ ട്രെയിൻ പോവുള്ളൂ. അവിടെ നമ്മളെയൊക്കെ ഇറക്കും എന്നാണ് കേട്ടത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ആ സ്റ്റേഷനിലെത്തുമ്പം പുലർച്ചെ 3:30-3:15 മണിക്കാണ് നമ്മളുടെ ട്രെയിൻ അവിടെ എത്തുന്നത്. അപ്പോൾ ഈ ട്രെയിനിലത്തെ മുഴുവൻ ആൾക്കാരെയും ആ സ്ഥലത്ത് അവരിറക്കും. അപ്പം നമുക്കൊരു പരിചയമില്ലാത്ത ഒരു സ്ഥലം, ബാംഗ്ലൂരിൻ്റെ തൊട്ട് ഒരു 2 സ്റ്റേഷൻ മുമ്പുള്ള യലങ്ക എന്ന് പറഞ്ഞ സ്റ്റേഷനെക്കുറിച്ച് നമുക്ക് ഒരു അറിവുമില്ല. ആ സ്റ്റേഷനിൽ നമ്മളെല്ലാവരും അതും അസമയത്ത് 3:30 മണിക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് കണക്ഷൻ ട്രെയിൻ കിട്ടുമോ, ഇനി അവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കണോ, പിറ്റേന്ന് വന്നാൽ മതിയോ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ട്രെയിനിലത്തെ TTയോട് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ്, അവർ നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ ആ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് ട്രെയിനുകൾ വേറെ റെയിൽപ്പാളത്തിൽ കൂടി പിന്നെ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്രെയിനിൽ വേണമെങ്കിലും കയറാം, ഈ ടിക്കറ്റിൽ തന്നെ വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഒരു ട്രെയിനിൽ വന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ എത്രമാത്രം ആൾക്കാരുണ്ടാവും? ഒരു 10, 500, 600 അല്ല 1000-ഓളം ആൾക്കാരുണ്ടാവും ഒരു ട്രെയിൻ ഫുൾ എന്ന് പറഞ്ഞാൽ. അത്രയും ആൾക്കാർ ഞങ്ങൾ ആ ബാംഗ്ലൂർ യലങ്ക സ്റ്റേഷനിൽ ഇറങ്ങുകയും അതിൻ്റെ അടുത്ത പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു സാധാരണ ട്രെയിൻ, ലോക്കൽ ട്രെയിനാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കയറിയത് ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവിടെ നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് മുമ്പിൽ വന്നു നിന്ന ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളെല്ലാവരും കൂടി ഇടിച്ച് കയറുകയായിരുന്നു. വളരെ സുഖസൗകര്യമായി AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരുന്ന് രസിച്ച് വന്ന ഞങ്ങൾ അവിടെ നിന്ന് ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയപ്പം പുലർച്ചെ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിറയെ ആൾക്കാർ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പെട്ടിയും കൊട്ടയൊക്കെ ആയിട്ട് വലിഞ്ഞ് കയറിയ സമയത്ത് അതിൽ നിറയെ ആൾക്കാർ നിലത്തൊക്കെ, ട്രെയിനിൻ്റെ നിലത്തൊക്കെ കിടക്കുകയായിരുന്നു. കുട്ടികളും പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടി കാല് മുമ്പോട്ട് വെച്ച് പോകാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ സീറ്റിൽ നിറയെ ആൾക്കാരിയ്ക്കുന്നു, സീറ്റിൻ്റെ മുകളിലത്തെ തട്ടിൽ മുഴുവൻ ആൾക്കാരിയ്ക്കുന്നു. സാധനങ്ങളാണെങ്കിൽ നിറച്ചുകൊണ്ട് ചാക്കുകെട്ടുകൾ, അത് ഇത് ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കയറിയിട്ടേ ഇല്ലായിരുന്നു. ഞങ്ങൾ കയറി നോക്കുമ്പോൾ ചെറിയ കുട്ടികൾ, ഒരു 7-8 വയസ്സുള്ളൊരു പെൺകുട്ടിയൊക്കെ നമ്മൾ കടന്നു പോകേണ്ട വഴിക്ക് ക്രോസായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടീൻ്റെ മേലെ കൂടിയൊക്കെ നമുക്ക് കാലെടുത്ത് വെച്ച് കടന്നു പോകാമെന്ന് പറഞ്ഞാൽ ഒരു മനസ്സിനൊരു വിഷമമായിരുന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ല. കാരണം അതിൻ്റെ മേലെ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ നീങ്ങിയാൽ മാത്രമേ പുറകിലുള്ള ആളുകൾക്ക് കയറാനും പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുട്ടീൻ്റെ മേലെ കൂടിയൊക്കെ കാല് വെച്ച് കയറി നോക്കുമ്പോൾ അവിടെ നിറയെ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ക്രോസായിട്ട് കിടക്കുകയാണ്. ഒരു വല്ലാത്ത ഒരു കണ്ടീഷനിലായിരുന്നു നമ്മൾ അതിലേക്ക് കയറിയത്. ഇത്രയും ത്യാഗങ്ങളൊക്കെ ഞങ്ങൾ സഹിച്ച് യാത്ര ചെയ്ത് വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ സുഹൃത്തുക്കളെ, നമ്മളുടെ സഹപാഠികളെ കാണാൻ വേണ്ടിയും അവരുടെ കൂടെ ഒരു ദിവസം ചിലവഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ദൂരെ നിന്നും ഇത്രയും സാഹസങ്ങൾ സഹിച്ചിട്ടൊക്കെ വരുന്നത്. പക്ഷേ നമ്മളിവിടെ വന്നു, അവരെല്ലാവരെയും കണ്ടു, ഒരു ദിവസം എല്ലാവരുടെയും കൂടെ കളിച്ചും ചിരിച്ചും ഈ നമ്മളുടെ ഇപ്പോഴത്തെ പ്രായമൊക്കെ മറന്ന് വെറും 15-16 വയസ്സിലേക്ക് മാറി രാവിലെ 10 മുതൽ വൈകുന്നേരം 4:30-5 മണി വരെ നമ്മൾ ഉല്ലസിച്ചപ്പം നമ്മളുടെ യാത്രേൻ്റെ എല്ലാ ടെൻഷനും എല്ലാ വിഷമങ്ങളും നമ്മൾ മറന്നു. വളരെ എൻജോയ് ചെയ്ത് നല്ല ഹാപ്പിയായ ഒരു യാത്രയായിരുന്നു ഇത്. ഇനി നമ്മളുടെ ഗെറ്റ് ടുഗദറിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഇത് ഒരുപാട് സംസാരിച്ചാൽ വല്ലാണ്ട് നീണ്ടുപോകും, കേൾക്കുന്നവർക്ക് ബോറടിക്കും എന്നുള്ളതുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്.